നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നവകേരള സദസ്സിൽ പരാതി കിട്ടി പരിഹരിച്ച 515 രൂപയും സൗജന്യമായി അണ്ടിപ്പരിപ്പും മുഖ്യമന്ത്രിക്ക് പാഴ്സൽ അയച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. കാഞ്ഞാണി കോൾപടവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ പിന്തുണയോടെ മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ കൃഷിയിറക്കാൻ അനുവദിക്കുന്നില്ലെന്ന പരാതിയുമായി കർഷകർ രംഗത്ത്. സംയുക്ത കർഷക സമിതി വാഹന പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞാണിയിൽ സ്വീകരണം. വാർത്തകൾ വിശദമായി. നവകേരള സദസ്സിൽ പരാതി കിട്ടി പരിഹരിച്ച 515 രൂപയും സൗജന്യമായി അണ്ടിപ്പരിപ്പും മുഖ്യമന്ത്രിക്ക് പാഴ്സൽ അയച്ച് യൂത്ത് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വ്യത്യസ്തമായ സമരം നടത്തിയത്. പേരാവൂർ നിയോജക മണ്ഡലത്തിലെ ഇരട്ടി കിളിയന്തറ സ്വദേശിയായ കർഷകന് 4 ലക്ഷം സഹകരണ ബാങ്കിൽ കടബാധ്യത വന്നപ്പോൾ നവകേരള സദസ്സിൽ പരാതി നൽകിയിരുന്നു. 515 രൂപ കുറച്ച് ബാക്കി പൈസ തിരിച്ചടയ്ക്കണം എന്നതായിരുന്നു കൊടുത്ത പരാതിക്ക് ബാങ്ക് നൽകിയ മറുപടി. സാധാരണക്കാരനായ ഒരാൾ പണിക്ക് പോയാൽ അതിൽ കൂടുതൽ പൈസ കിട്ടുമെന്നിരിക്കെ നവകേരള സദസ്സിൽ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ നിന്നും മുഖ്യമന്ത്രി പിന്നോട്ട് പോയതിന്റെ ഉദാഹരണമാണിതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. മുഖ്യമന്ത്രിക്ക് ആ 515 രൂപ തിരിച്ചയച്ച് പ്രതിഷേധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. കൂടെ കഴിക്കാനാണ് അണ്ടിപ്പരിപ്പും പാഴ്സലായി അയച്ചത്. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം നിർവഹിച്ചു. വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് സുജിൻ കരിപ്പായി അധ്യക്ഷത വഹിച്ചു. അശ്വിൻ ആലപ്പുഴ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ, നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യദുകൃഷ്ണൻ, പഞ്ചായത്ത് മെമ്പർ അജ്മൽ ഷെരീഫ്, കോൺഗ്രസ് നേതാക്കളായ സുമേഷ് പാനാട്ടിൽ, ജോസ് താടിക്കാരൻ, KH കബീർ, ഫിറോസ് VA, സന്തോഷ് PS, സജിത്രൻ തയ്യിൽ, പ്രസാദ് നാട്ടിക, അൻഫർ പുതിയ വീട്ടിൽ, രജിത് രവി എന്നിവർ സംസാരിച്ചു. കേരളത്തിൽ നടത്തിയ തട്ടിപ്പ് യൂത്ത് കോൺഗ്രസ് ചോദ്യം ചെയ്യുകയാണ്. കേരളത്തിലെ 515 രൂപ, പിണറായി വിജയൻ ഈ 515 രൂപയുടെ പേര് പറഞ്ഞ് സാധാരണക്കാരെ വീണ്ടും പറ്റിക്കാനും ദൂർത്തടിക്കാനും അതുപോലെ തന്നെ ഇതിൽ നിന്ന് കൈയിട്ട് വാരാനും ഒക്കെ ശ്രമങ്ങൾ നടത്തുമെന്ന് അറിഞ്ഞുകൊണ്ട് ആ പൈസ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തകർ പിരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് 515 രൂപ കൊടുക്കുകയാണ്. വളരെ നല്ല തീരുമാനമാണ് യൂത്ത് കോൺഗ്രസിന്റെ വലപ്പാട് മണ്ഡലം കമ്മിറ്റി എടുത്തത്. അദ്ദേഹം സാധാരണ നമ്മൾ കണ്ടു യാത്രയിലുടനീളം ഭക്ഷണം കഴിച്ചിരുന്നത് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് പാലിൽ കുതിർത്ത അണ്ടിപ്പരിപ്പ് കഴിക്കുന്നതായിരുന്നു പ്രധാനപ്പെട്ട പിണറായി വിജയന്റെ ശീലം. ആ ശീലം ഇനിയും അദ്ദേഹം മുടക്കി കഴിഞ്ഞാൽ ആ പൈസയും നമ്മൾ കൊടുക്കേണ്ടി വരുമെന്നുള്ള ഗതികേട് കേരളത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി അണ്ടിപ്പരിപ്പ് കൂടി പാഴ്സലായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വളരെ നല്ല കാര്യമാണ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ചെയ്യുന്നത്. അല്ലെങ്കിൽ സാധാരണക്കാരായുള്ള മുഴുവൻ ജനങ്ങളുടെയും തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് പോലെ ഈ പാപഭാരം ഏൽപ്പിക്കും. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭയിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള ദൂർത്തിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുന്ന വലപ്പാട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക്. കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിൽ ഇഷൽ മഴ പെയ്യിച്ച് കണ്ണൂർ ഷെരീഫും രഹനയും. ഇരുവരും നയിച്ച സംഗീത വിരുന്ന് ആസ്വദിക്കാൻ നിരവധി പേരാണ് കഴിമ്പ്രം ബീച്ചിലെത്തിയത്. സംഘാടക സമിതി ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. Let's go.
എന്താശാനെ? ഏനാമാവ് പെരിങ്ങോട്ടുകര ചെത്തു തൊഴിലാളി യൂണിയൻ 80-ാം വാർഷികം സമാപനത്തോടനുബന്ധിച്ച് സാംസ്കാരിക സംഗമം നടന്നു. ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. പി ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. അശോകൻ ചെരുവിൽ, മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, കവി C രാമുണ്ണി, CS ചന്ദ്രിക, വാസുദേവൻ അന്തിക്കാട്, സുർജിത്ത്, EP കാർത്തികേയൻ, TR അനിൽകുമാർ, TK വാസുദേവൻ, BA ബെന്നി, NR ഗ്രാമപ്രകാശ്, കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, TR രമേശ് കുമാർ, KP സന്ദീപ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സിറാജ് അമൽ നയിച്ച ഗസൽ രാത്ത് അരങ്ങേറി. അന്തിക്കാട് മഹാത്മാ കമ്മ്യൂണിക്കേഷൻസ് കേബിൾ TV നെറ്റ്വർക്കിന്റെ പ്രതിമാസ നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. മഹാത്മയുടെ അന്തിക്കാട് ഓഫീസിൽ നടന്ന പരിപാടി ജൂഡോയിൽ സ്റ്റേറ്റ് ചാമ്പ്യനും അന്തിക്കാട് ഹൈസ്കൂൾ വിദ്യാർത്ഥിയുമായ ഉപ്പാട്ട് ചന്ദ്രന്റെ മകൾ ശ്രീഷ കഴിഞ്ഞ മാസത്തെ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും നറുക്കെടുപ്പിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. സജീവൻ അന്തിക്കാട്, സജീവൻ താനാപ്പാടം, സിന്ധു M, ഷിലീഷ് കൊട്ടാരത്തിൽ എന്നിവർ സംസാരിച്ചു. പാന്തോട് സ്വദേശി കിഷോർ തണ്ണിയക്കൽ, മുറ്റിച്ചൂർ സ്വദേശി ബാബു മേനോത്ത് പറമ്പിൽ, പേരാൻ മാർക്കറ്റ് സ്വദേശികളായ മിലൻ കളത്തിപ്പറമ്പിൽ, വർക്കി പുലിക്കോട്ടിൽ, ചാഴൂർ സ്വദേശി വേണുഗോപാൽ പുളിപ്പറമ്പിൽ എന്നിവരാണ് ഡിസംബർ മാസത്തെ നറുക്കെടുപ്പിലെ വിജയികൾ. വർഷങ്ങളായിട്ട് നമ്മൾ നടത്തി വരാനുള്ള ഒരു പരിപാടിയാണിത്. കസ്റ്റമറുമായിട്ടുള്ള നല്ല ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടി 10-15 വർഷമായി എല്ലാ മാസവും നമ്മൾ നറുക്കെടുക്കുന്നു. നമുക്ക് കുടിശ്ശികയില്ലാത്ത വരിക്കാരിൽ നിന്ന് മാത്രമാണ് നമ്മൾ ഈ ആളുകൾ എടുക്കുന്നത്. കുടിശ്ശികയുള്ളവരെ നമ്മൾ ഈ നറുക്കെടുപ്പിൽ പെടുത്താറില്ല, അറിയാമെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങളുടെ സർവീസ് ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. എല്ലാവരും വീട്ടിലും ഇൻ്റർനെറ്റ് ഉണ്ടാവുമെന്ന് കരുതുന്നു. ഉണ്ടോ? ഇൻ്റർനെറ്റ് ഇല്ലാത്തവരുണ്ടോ? എല്ലാവരും എടുത്തിട്ടുണ്ടോ? എടുത്തില്ലാത്തവരുണ്ട് അല്ലേ? അപ്പോൾ അവരൊക്കെ ഇനിയിപ്പോൾ K-ഫോൺ വഴി, K-ഫോൺ ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നിലവിൽ കേരള വിഷൻ ഉണ്ട്, BSNL നമ്മളാണ്, പിന്നെ സർക്കാരിൻ്റെ BSNL ഇവിടെ കൊടുക്കുന്നത്, റെയിൽവേയിൽ കൊടുക്കുന്നുണ്ട്. ഇനി K-ഫോണിൻ്റെ സൗകര്യത്തിൻ്റെ കണക്ഷനുകൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഇപ്പോൾ പൈസയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇൻ്റർനെറ്റിലാണ് ഇനിയിപ്പോൾ കൂടുതൽ. കേബിൾ TVയുടെ പെനിട്രേഷൻ കഴിഞ്ഞു, ഇനി ഇൻ്റർനെറ്റിലേക്കാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ മണ്ഡലമാസാചരണത്തിന് സമാപനം കുറിച്ച് 10-ാം ഉദയം വേല ആഘോഷിച്ചു. പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ വേല അറിയിപ്പുമായി വേലവെടികൾ മുഴക്കി. ഉച്ചതിരിഞ്ഞ് ക്ഷേത്രത്തിന് കിഴക്ക് എരക്കുളങ്ങര ശിവക്ഷേത്രത്തിൽ നിന്നും സന്ധ്യാവേല നടന്നു. പേരൂർ ശിവൻ ശാസ്താവിന്റെ കോലം വഹിച്ചു. തൃപ്രയാർ അനിയന്മാരാർ മേളത്തിന് പ്രമാണം വഹിച്ചു. രാത്രി കിഴക്കേക്കരയിൽ നിന്ന് ദീപയഷ്ടി കത്തിച്ച് കാണിച്ചതോടെ ക്ഷേത്രത്തിൽ 10-ാം ഉദയം വേല എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ശ്രീരാമസ്വാമിയും ശ്രീ ധർമ്മശാസ്താവും ഒരുമിച്ച് എഴുന്നള്ളി കിഴക്കേ നടപ്പുരയിൽ കിഴക്കോട്ടഭിമുഖമായി നിലയുറപ്പിച്ചതോടെ ചമ്പമേളം ആരംഭിച്ചു. കിഴക്കേക്കരയിൽ നിന്ന് ചങ്ങാടത്തിൽ വേലവരവിനും തുടക്കമായി. വാദ്യമേളങ്ങൾ മുത്തുകുട, ആലവട്ടം, വെഞ്ചാമരം, കുരുത്തോല, തോരണം, മത്താപ്പ്, ദീപയഷ്ടി മുതലായവയുടെ അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പിനെ പഴമക്കാർ സീതാദേവിയെ കണ്ടെത്തി തിരിച്ചുവരുന്ന വാനരപ്പടയുടെ വരവായി പറയുന്നുണ്ട്. ചെമ്മാപ്പള്ളി ശ്രീരാമൻചിറയിലെ ചിറകെട്ടോണത്തിൽ പങ്കാളികളായ വിവിധ സമുദായക്കാരുടെ ക്ഷേത്രപ്രവേശനത്തിന് അനുമതി ലഭിച്ചതിനു ശേഷമുള്ള അവരുടെ ആഹ്ലാദ പ്രകടനമായും പറയപ്പെടുന്നുണ്ട്. ആദിയിൽ അയ്യപ്പക്ഷേത്രമായിരുന്ന തൃപ്രയാർ ക്ഷേത്രത്തിൽ വർഷത്തിൽ 2 ദിവസങ്ങളിലാണ് തേവരെയും ശാസ്താവിനെയും കൂട്ടിയെഴുന്നള്ളിക്കുന്ന പതിവുള്ളത്. ദശമി വേലയ്ക്കും 10-ാം ഉദയം വേലയ്ക്കുമാണത്. ദേവസ്വം അച്യുതൻകുട്ടി തേവരുടെയും പേരൂർ ശിവൻ ശാസ്താവിന്റെയും കോലങ്ങൾ വഹിച്ചു. വേലവരവിന് ശേഷം മേളത്തോടുകൂടിയുള്ള കൂട്ടിയെഴുന്നള്ളിപ്പോടെ ആഘോഷ പരിപാടികൾക്ക് സമാപനമായി. വലപ്പാട് വെൽഫെയർ അസോസിയേഷൻ കുടുംബസംഗമവും വാർഷിക ജനറൽ ബോഡിയും ക്രിസ്തുമസ് ആഘോഷവും ദുബായ് കുസൈസ് പോണ്ട് പാർക്കിൽ സംഘടിപ്പിച്ചു. വലപ്പാട് പഞ്ചായത്തിലെ നിരവധി പ്രവാസി കുടുംബങ്ങൾ സംബന്ധിച്ച ആഘോഷ പരിപാടി ഏറെ വർണ്ണാഭമായിരുന്നു. സജീവൻ, ഷക്കീർ, റഷീദ്, ഷാജൻ, അനീഷ്, ഷിനോജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പുതിയ പ്രസിഡന്റായി ഇക്ബാൽ, ജനറൽ സെക്രട്ടറിയായി വിനീഷ്, ട്രഷററായി അബ്ദുൾ സലീം എന്നിവരെയും ചടങ്ങിൽ തെരഞ്ഞെടുത്തു.
കാഞ്ഞാണി കൊൾപ്പടവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ പിന്തുണയോടെ മുൻവൈരാഗ്യത്തിന്റെ പേരിൽ കൃഷിയിറക്കാൻ അനുവദിക്കുന്നില്ലെന്ന് പരാതിയുമായി കർഷകർ രംഗത്ത്. അന്തിക്കാട് പാടശേഖര സമിതിയിലെ അംഗങ്ങളായ സുനിൽ വാലപ്പറമ്പിൽ, കെ വി ശൈലേന്ദ്രനാഥ് എന്നിവരുടെ 12.5 ഏക്കർ നിലത്തിലെ കൃഷിയിറക്കലാണ് തടസ്സപ്പെടുത്തിയത്. മണലൂർ കൃഷി ഓഫീസറുടെ നിയന്ത്രണത്തിലുള്ള സമിതി നടത്തുന്ന കർഷകദ്രോഹത്തിന് അന്തിക്കാട് ADAയുടെയും മണലൂർ കൃഷി ഓഫീസിൽ നിന്നുള്ള സഹായവും ഉണ്ടെന്നാണ് ആക്ഷേപം. പാടശേഖര സമിതിയുടെ ഭാഗമായിരുന്ന കാഞ്ഞാങ്കോളിൽ കൃഷി നടത്താൻ വേണ്ടി മാത്രം വെള്ളം വറ്റിച്ച് കൃഷി നടത്താൻ മാത്രം കളക്ടർ അധികാരം കൊടുത്തിട്ട് അത് താൽക്കാലിക സമിതി, അത് മണലൂർ കൃഷി ഓഫീസറുടെ കീഴിലുള്ള താൽക്കാലിക സമിതിയാണ് ഇവിടെ സൗത്ത് മണലൂർ എന്ന പേരിൽ ഇപ്പോൾ ഭരണം നടത്തുന്നത്. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അന്തിക്കാട് പാടശേഖരത്തിൽ തന്നെ തുടർന്ന് വരുന്നത് കൊണ്ട് ഞങ്ങളെ ഏത് വിധത്തിലും ഞങ്ങളുടെ കൃഷി ചെയ്യാനായിട്ട് അനുവദിക്കാതെ ദ്രോഹിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഞാറ്റടിയെല്ലാം വെള്ളം കയറ്റി മുക്കി തന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഞാറൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇതാക്കിയിട്ട് വന്നപ്പോൾ 1 മാസം ഡിലേ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് വൈകിയ വേളയിൽ വെള്ളം തരാതെ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചു. ഈ പ്രാവശ്യം കഴിഞ്ഞ മാസം 27-ാം തീയതി ഞാൻ നടീലിന് വേണ്ടിയിട്ട് 71,910 രൂപ അടച്ചതാണ്. അതായത് നടീലിനും ഉഴവിനുള്ള പൈസ എൻ്റെ മൊത്തം നിലത്തിന്. അപ്പോൾ അവർ ഇതിൻ്റെ പമ്പിങ് ചാർജ് അഡ്വാൻസ് അടയ്ക്കണം എന്ന് പറഞ്ഞ് എൻ്റെ ഇന്ന് വരെ നട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഉഴവിനും നടീലിനുമുള്ള മുഴുവൻ തുകയും 1 മാസം മുൻപ് കൃഷി അസിസ്റ്റന്റിന്റെ സാന്നിധ്യത്തിൽ അയച്ചു കൊടുത്തിട്ടും അനാവശ്യ ന്യായങ്ങൾ പറഞ്ഞ് നടീൽ നടത്താതെ ദ്രോഹിക്കുകയാണെന്ന് ഇരുവരും ആരോപിച്ചു. വിദഗ്ധരായ 2 കാവക്കാർ വെള്ളം നിയന്ത്രണം നടത്തിയിരുന്ന കോൾപ്പടവിൽ പുതിയ ഭരണസമിതി വന്നതോടെ ഒന്നുമറിയാത്ത ഒരു ബംഗാളി മാത്രമാണ് വെള്ളം നിയന്ത്രണം നടത്തുന്നത്. അതുകൊണ്ട് ഈ പടവിൽ വരിയും പുല്ലും നിറഞ്ഞു കിടക്കുകയാണ്. സുനിൽ വാലപ്പറമ്പിലിന്റെ നിലത്തിലേക്ക് ട്രാക്ടർ കടത്താനുള്ള റാമ്പ് എടുത്തുമാറ്റുകയും ചെയ്തു. KLDC ഉദ്യോഗസ്ഥരുടെയും മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം പുനഃസ്ഥാപിച്ച റാമ്പ് വീണ്ടും പടവ് സമിതി പൊളിച്ചുമാറ്റി. ഇതുമൂലം കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിൽ. 1 ഏക്കർ നിലത്തിൽ ചെറുപയർ കൃഷി ചെയ്യുന്നതിന് 5000 വെച്ച് വാങ്ങിയ സമിതി വിജിലൻസ് അന്വേഷണം ഉത്തരവായപ്പോൾ 1600 ആക്കി. വെള്ളം നിയന്ത്രിക്കാൻ ഒരു കാവക്കാരനെ കണ്ടെത്താൻ പോലും കഴിയാത്ത സമിതിക്ക് കരാർ പണി ചെയ്യുന്നതിലാണ് അമിത താല്പര്യമെന്നും ഇരുവരും ചൂണ്ടിക്കാട്ടി. നമുക്ക് ജീവിക്കണ്ടേ? നമ്മളിവിടെ കാലങ്ങളിൽ ജനിച്ചു വരുന്ന ആൾക്കാരാ. അവർ അപ്പോൾ കൃഷി പണിയിക്കില്ലാന്ന്. ഇതിപ്പോൾ എനിക്ക് തരിച്ചില്ല. എൻ്റെ മുഖ്യമായി ഞാനൊരു മുഴുവൻ സമയ കർഷകനാണ്. എൻ്റെ മുഖ്യമായ വരുമാനം കൃഷിയിൽ നിന്നാണ്. എനിക്ക് എൻ്റെ ജീവിതം ഇതിൽ നിന്നുള്ള വരുമാനം കണക്കൂട്ടിയിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എൻ്റെ കുടുംബത്തിൻ്റെ അല്ല ഇതിൻ്റെ കുടുംബത്തിൻ്റെ വരുമാനം ഇതൊക്കെ എല്ലാം തകർന്നത് കൃഷി ചെയ്തില്ലെങ്കിൽ എനിക്ക് വേറെ പറ്റിയപ്പോൾ വക്കീലെന്ന് പറഞ്ഞാൽ ആ വരുമാനങ്ങൾ എനിക്ക് എൻ്റെ മുഖ്യ വരുമാനം ഇതിന് ഇവർ ചെയ്യിക്കില്ല. എന്താ പറയുക, എന്തോ ഒരു മുൻവരായിട്ട് ഞാൻ ഇതിൻ്റെ മൊത്തം ഈ അന്തിക്കാട് 2000 ഏക്കറോളം വരെ അന്തിക്കാട് കോളേജ് പ്രസിഡന്റ് ആയിരുന്നത്. ആ സമയത്താണ് ഇവരിത് തിരിച്ചു വേണ്ടിയിട്ട് സമരം നടത്തിയത്. അന്ന് ഇവർക്ക് അനുകൂലമായ നിലപാട് ഞാൻ എടുത്തില്ല. ഞാൻ ചെയ്തത് ഏറ്റവും വലിയ കുറ്റം. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് വിഷ്ണുമായ സ്വാമി ചരിതം മായാമയം നവ്യാനുഭവമായി. RLV ആനന്ദും ഡോക്ടർ RLV രാമകൃഷ്ണനും ചേർന്നൊരുക്കിയ മായാമയത്തിൽ കലാമണ്ഡലം ജയ ആനന്ദ് പാർവതിയായും വേടശിവനായി രാമകൃഷ്ണനും അപർണ രാജുവും പാണനായി, RLV ഷിബുവും വിഷ്ണുമായയായി ദേവസ്ഥാനം സൂര്യഗായത്രിയും വേഷമിട്ടു. ഭരതനാട്യ ലയ ദൃശ്യവിസ്മയം ആസ്വാദകർക്ക് നവ്യാനുഭവമായി. പാണന്റെ പാട്ടിലൂടെയാണ് വിഷ്ണുമായ കഥയുടെ ചുരുളഴിയുന്നത്.
ജലന്ധരവധമാണ് അവതാര ഉദ്ദേശമെങ്കിലും ഭൂമിയിലെ വേലുമുത്തപ്പന്റെ ഭക്തിയിൽ പ്രത്യക്ഷയായ ഭുവനേശ്വരിയും പരമഭക്തരായ ദാമോദരസ്വാമിയുടെയും ഉണ്ണി ദാമോദരസ്വാമിയുടെയും അരുളാൽ പ്രതിഷ്ഠയായ ദേവസ്ഥാന വിഷ്ണുമായ സ്വാമിയെ പുകഴ്ത്തിപ്പാടി നർത്തനം ചെയ്യുന്ന അപ്സരകന്യകളും ശ്രീ വിനായകനെ സ്തുതിച്ചുള്ള നടനചാരുതയും ശിവപാർവതിമാരുടെ ലാസ്യനൃത്തവും കൂളികുന്താവന കുമാരിയായ കൂളിവാകയോട് അനുരക്തനാകുന്ന നായാട്ടിനെത്തുന്ന വേടരൂപം പൂണ്ട ശിവനും ദേവീഭക്തയായ കൂളിവാകയെ സമാധാനിപ്പിക്കുന്ന ഭഗവതിയും ഭർതൃ ഇംഗിതം പൂർത്തീകരിക്കാനായി സ്വയം കൂളിവാകരൂപിയായ പുത്രന് ജന്മം നൽകുകയും പുത്രനെ കൂളിവാകയെ വളർത്താനേൽപ്പിക്കുകയും ചെയ്യുന്നു. ശിവസവിധം എത്താൻ വിഷ്ണു ഭഗവാന്റെ രൂപം ധരിച്ചതാൽ വിഷ്ണുമായ എന്ന പേരും സിദ്ധിച്ച് ദേവസ്ഥാനത്തെ പൂർവ്വസൂരികളുടെ പ്രാർത്ഥനയാൽ അമർന്നരുളിയ കഥയുമെല്ലാം വളരെ ഭംഗിയായി നടനവേദിയിൽ അവതരിപ്പിച്ചു. ശ്രീനാരായണ ഗുപ്ത സമാജം ഹൈസ്കൂളിൽ നടക്കുന്ന മണപ്പുറം സമീക്ഷയുടെ ചെറുകഥാ ക്യാമ്പിന്റെ ഭാഗമായി നടന്ന സംഘാടക സമിതി യോഗം ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്തിന്റെ അധ്യക്ഷതയിൽ നടന്നു. മണപ്പുറം സമീക്ഷ സെക്രട്ടറി സുനിൽ, സമീക്ഷ പ്രസിഡന്റ് VN രണദേവ്, മാനേജർ സുഗതൻ, MB സജീവൻ, PTA പ്രസിഡന്റ് ഷൈൻ, PN സുജിന്ദർ, അരവിന്ദൻ പണിക്കശ്ശേരി, CG അജിത് കുമാർ, ഗിലാൽ, ഗ്രീഷ്മ, ബിനോയ്, ദൃശ്യ, പ്രിൻസിപ്പൽ പ്രീത P രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കമല നെഹ്റു മെമ്മോറിയൽ VHS സ്കൂളിന്റെ 7 ദിവസം നീണ്ടുനിൽക്കുന്ന NSS ക്യാമ്പ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന ക്യാമ്പിന് PTA പ്രസിഡന്റ് രാജേഷ് CS അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ഓഫീസർ നായർ അനിത ആമുഖ പ്രസംഗം നടത്തി. പ്രിൻസിപ്പാൾ അനിത മുകുന്ദൻ, വാർഡ് മെമ്പർ ശിവദാസ്, കമല നെഹ്റു സ്കൂൾ PTA പ്രസിഡന്റ് ലിജിത് CM എന്നിവർ സംസാരിച്ചു. സ്റ്റുഡൻസ് ലീഡർ അമാന ഫാത്തിമ, അനന്തനാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ മണപ്പുറം മാക്കെയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ. ഒരു കണ്ണട വാങ്ങൂ, മറ്റൊന്ന് സൗജന്യമായി നേടൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. കണ്ടീഷൻസ് അപ്ലൈ. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും. ഈ സേവനം ജനുവരി 10 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800-309-1555. ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും 2023 ഡിസംബർ 15 മുതൽ 2024 ജനുവരി 15 വരെ 1 പവന് മുകളിൽ പർച്ചേസ് ചെയ്യൂ. ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ. ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമോൾ ത്രിപുര. മണപ്പുറം റിതി ജ്വല്ലറി.
കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. സംയുക്ത കർഷക സമിതി വാഹന പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞാണിയിൽ സ്വീകരണം നൽകി. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം MM അവറാച്ചൻ ഉദ്ഘാടനം ചെയ്തു. കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി MR മോഹനൻ അധ്യക്ഷനായി. കർഷക സംഘം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ TV ഹരിദാസൻ, കിസാൻ സഭ നേതാവ് NK സുബ്രഹ്മണ്യൻ, KK രാജേന്ദ്ര ബാബു, കർഷക സംഘം ജില്ലാ കമ്മിറ്റി മെമ്പർ ലതി വേണുഗോപാൽ, ജോസ്, സിദ്ധാർത്ഥൻ പറ്റേപ്പാടം എന്നിവരും പങ്കെടുത്തു. ജാഥ ക്യാപ്റ്റൻ AS കുട്ടി, വൈസ് ക്യാപ്റ്റൻ KV വസന്തകുമാർ, മാനേജർ PR വർഗീസ് എന്നിവർക്ക് സ്വീകരണവും നൽകി. വലപ്പാട് പഞ്ചായത്തിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സ്നേഹാരാമം പദ്ധതിയുടെ ഭാഗമായി കഴിമ്പ്രം VPM SNDP സ്കൂളിലെയും ചാമക്കാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. മാരാത്തവളവിൽ വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കഴിമ്പ്രം VPM SNDP സ്കൂൾ പ്രോഗ്രാം ഓഫീസർ ബിജോയ് നാഥ് അധ്യക്ഷനായി. വലപ്പാട് ആരോഗ്യവകുപ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർ VS രമേശ് പദ്ധതി വിശദീകരിച്ചു. ചാമക്കാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS പ്രോഗ്രാം ഓഫീസർ MM സൽമത്ത്, വാർഡ് മെമ്പർ അനിത കാർത്തികേയൻ, മാരാത്ത് സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതിയുടെ ഭാഗമായി മാരാത്ത് വളവിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 6 നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചു. തദ്ദേശ സ്വയംഭരണത്തിന് ഭരണസമിതിയിൽ തന്നെ പ്രത്യേകം അജണ്ട വെച്ചുകൊണ്ട് നമ്മൾ ഈ മാലിന്യമുക്ത കേരളത്തിൽ വിദ്യാലയങ്ങളിലെ നമ്മുടെ പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങളിലെ NSS വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷാകർതൃ സംഘടനകളും ഉൾപ്പെടുന്ന ആ ഒരു നേതൃത്വം നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ ഓരോ മേഖല തിരഞ്ഞെടുത്തുകൊണ്ട് ആ മേഖലയിൽ വളരെ വൃത്തികേടായി കിടക്കുന്ന മേഖലകളെ അവിടെ ക്ലീനാക്കിക്കൊണ്ട് അവിടെ മറ്റൊരു രൂപമാക്കിക്കൊണ്ട്, അതായത് ഭംഗിയാക്കിക്കൊണ്ട് ഒരു ഗാർഡൻ സെറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ മാലിന്യങ്ങൾ തീർത്തും നീക്കിക്കൊണ്ട് ഒരു പുതിയൊരു മേഖല ആക്കി തീർക്കുന്ന ഒരു പദ്ധതിയാണ് സ്നേഹാരാമം. നാട്ടിക SN ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സപ്തദിന സഹവാസ ക്യാമ്പ് സമന്വയം 2023 തുടക്കമായി. തളിക്കുളം SNV UP സ്കൂളിൽ 7 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് നിർവഹിച്ചു. PTA പ്രസിഡന്റ് PSP നസീർ അധ്യക്ഷനായി. ചടങ്ങിൽ SNV UP പ്രധാനാധ്യാപിക മിനി, SN ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരായ ഷൈജ, രശ്മി, NSS കോർഡിനേറ്റർ ശലഭ ജ്യോതിഷ്, SN ഹയർ സെക്കൻഡറി സ്കൂളിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ തിലകൻ, PTA വൈസ് പ്രസിഡന്റ് ജിത എന്നിവർ സംബന്ധിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം റാലിയും നടന്നു. ഓർത്തോർത്ത് രസിക്കാനും ഒക്കെ കിട്ടുന്ന അവസരമാണ് ഈ സഹവാസ ക്യാമ്പ്. ഇതിൻ്റെ ഓരോ ചലനങ്ങളും നമ്മുടെ മനസ്സിൻ്റെ ഭാഗമാക്കി മാറ്റാൻ സാധ്യമാകുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് SN ട്രസ്റ്റ് നാട്ടിക ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ 50 തെരഞ്ഞെടുക്കപ്പെട്ട NSSന്റെ വളണ്ടിയർമാരുടെ ഒരു സഹവാസ ക്യാമ്പാണ് സംഘടിപ്പിക്കുന്നത്. ഇന്ന് മുതൽ നമുക്ക് നമ്മുടെ 1-ാം തീയതി അവസാനിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്രയും ദിവസം ഈ പരിപാടി വളരെ ഭംഗിയായിട്ട് നമുക്ക് കൊണ്ടുപോകുന്നുണ്ട്. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പ് സമന്വയം 2023 ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു.
വാർഡ് മെമ്പർ പുഷ്പ വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ഓഫീസർ ഷെറിൻ ജോജോ, മണലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവിയർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസി തോമസ്, PTA എക്സിക്യൂട്ടീവ് മെമ്പർ സുനിത, സ്റ്റാഫ് പ്രതിനിധി ലോറൻസ്, NSS വളണ്ടിയർ ലീഡർ അജോ എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ AP രാഗേഷ്, ദേവിക VV, സോന KN, നിഷ വർഗീസ്, റീന ജേക്കബ് എന്നിവരും പങ്കെടുത്തു. വാടാനപ്പള്ളി ഇസ്ര സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥി ഫെസ്റ്റ് ഡെസാഫിയോക്കിന് തുടക്കമായി. സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. കവി രാവുണ്ണി ഡെസാഫിയോ ഉദ്ഘാടനം ചെയ്തു. ആ ജീവനെ പരിപാലിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഭൂമിയിൽ പറക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ഏതൊരു ജീവിയുടെയും ലക്ഷ്യം. ജീവനെ കാക്കുക എന്നുള്ളത്. എന്നാൽ എന്താണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ ഇനിയൊരു യുദ്ധം വേണ്ട എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡീൻ റാഫി സഖാഫി അധ്യക്ഷത വഹിച്ചു. ഇസ്ര സ്ഥാപനങ്ങളുടെ ജനറൽ സെക്രട്ടറി ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി ആമുഖ പ്രഭാഷണവും പ്രസിഡന്റ് ബഷീർ റഹ്മാനി സന്ദേശ പ്രഭാഷണവും നിർവഹിച്ചു. വൈസ് പ്രസിഡന്റുമാരായ PM ഹംസ ഹാജി, AK അബ്ദുൽ മജീദ് ഹാജി എന്നിവർ സംസാരിച്ചു. 3 ദിവസം നീണ്ടുനിൽക്കുന്ന മത്സരത്തിൽ ബോസ്ഫറസ്, തുർക്കുമെൻ, അനറ്റോളിയ എന്നീ 3 ഗ്രൂപ്പുകളിലായി 150-ൽ പരം ഇനങ്ങളിൽ 100-ലേറെ വിദ്യാർത്ഥികൾ മത്സരിക്കും. ഫെസ്റ്റിന്റെ ഭാഗമായി രാവിലെ നടന്ന രക്ഷിതാക്കളുടെ മീറ്റിംഗിൽ ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി ഗുഡ് പാരന്റിംഗ് എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിച്ചു. ബഷീർ റഹ്മാനി അധ്യക്ഷത വഹിച്ചു. ഗുരുമുഖം സെഷനിൽ അബ്ദുൽ റഷീദ് അൽ ഖാസിമി, റാഫി സഖാഫി, ഹാരിസ് നൂറാനി, സയ്യിദ് ഇയാസ് നൂറാനി, AR സിദ്ദീഖി, യൂസുഫ് സഖാഫി, ഹാഫിൽ, ഫൈസൽ റഹ്മാനി, അജ്മൽ സഖാഫി, അലി ഹൈദർ സഖാഫി, അജ്മൽ ജൗഹരി എന്നിവരും സംസാരിച്ചു. വ്യാഴാഴ്ച രാത്രി 8 മണിക്ക് സമാപന സംഗമത്തോടനുബന്ധിച്ച് ഇശൽ സന്ധ്യ നടക്കും. SSF ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ ഫാലിലി സന്ദേശ പ്രഭാഷണം നടത്തും. എഴുത്തുകാരൻ M ലുക്മാൻ മുഖ്യാതിഥിയാകും. ഇസ്ര മാനേജ്മെന്റ് പ്രതിനിധികളായ RK മുഹമ്മദ് അലി, ഉസ്മാൻ, RA ഉവൈസ്, സലീം മുസ്ലിയാർ, PU ഹനീഫ ഹാജി, ഖാലിദ് വാടാനപ്പള്ളി എന്നിവർ സംബന്ധിക്കും. വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടെ ഡെസാഫിയോ സമാപിക്കും. പെരിങ്ങോട്ടുകര ദേവസ്ഥാന സംഗീത മണ്ഡപം ദക്ഷിണേന്ത്യൻ ഹിന്ദുസ്ഥാനി സംഗീത ഒഡീസി നൃത്തങ്ങളാൽ സമ്പന്നമായി. കൊൽക്കത്തയിൽ നിന്നെത്തിയ അയൺ ബാനർജിയുടെ ഹിന്ദുസ്ഥാനി സിത്താർ കച്ചേരിയിൽ പ്രഭാതരാഗമായ മിയാക്കി തോഡിയുടെയും തരാനയുടെയും രാഗലയങ്ങൾക്ക് ഹരനാരായണന്റെ മാന്ത്രിക വിരലുകൾ തബലയിൽ താളലയ വീജികൾ കൊണ്ട് സമ്പന്നമാക്കി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ദക്ഷിണാമൂർത്തി സംഗീത നൃത്തോത്സവത്തിന്റെ 27ാം ദിവസം സംഗീത മണ്ഡപത്തിൽ സാവേരി രാഗവർണ്ണത്തിൽ ആരംഭിച്ച തൃപ്പൂണിത്തുറ ആര്യ വൃന്ദ നായരുടെ കർണാടക സംഗീത കച്ചേരിയിൽ മൂലാധാര മൂർത്തെ എന്ന ഹംസധ്വനി രാഗ പാപനാശം ശിവൻ കൃതിയും ശുരുട്ടി രാഗത്തിലുള്ള ലളിതാ പരമേശ്വരി എന്ന ദീക്ഷിതർ കൃതിയും ബിലഹരി രാഗ ത്യാഗരാജ കൃതിയായ ഇന്ദ കണ്ണ നന്ദമേമിയും സാത്വികമായ ശൈലിയിൽ പാടി ഫലിപ്പിച്ചു. പൂർവ്വ കല്യാണി രാഗവിശേഷത്തിൽ പൂർവ്വപ്രകാശർ രചിച്ച ദേവസ്ഥാന വിഷ്ണുമായ സ്വാമിയുടെ പദസേവനം കൃതി രാഗലയ സ്വര പ്രസ്താരത്തോടെ പാടി ദക്ഷിണാമൂർത്തി സംഗീത മണ്ഡപത്തെ ആസ്വാദന ലഹരിയിലാഴ്ത്തി. എറണാകുളം ശ്രീഹരിയുടെ വയലിൻ സോളോയും സപ്താഞ്ജയ ദേവിയുടെ സംഗീതാർച്ചനയും മണ്ഡപത്തിൽ മികവ് പുലർത്തി. സായി നന്ദൻ വയലിനും തൃശൂർ B ജയറാം, കോട്ടയം മനോജ് കുമാർ എന്നിവർ മൃദംഗത്തിലും ഇരിങ്ങാലക്കുട മുരളീധരൻ മുഗർശങ്കിലും പക്കമേളമൊരുക്കി.
കൊൽക്കത്ത സ്വദേശിയായ നർത്തകി പരോമിത ബാനർജിയുടെ ഒഡീസി നൃത്തം ജതിസ്വര സമാനമായ ദേഹ പല്ലവിയിലാണ് ആരംഭിച്ചത്. രാഗമാലികയിൽ ദുർഗാസ്തുതിയിൽ ദുർഗാദേവിയുടെ വിവിധങ്ങളായ ഭാവഭേദങ്ങളെ നൃത്തത്തിലേക്ക് സന്നിവേശിപ്പിച്ചത് നവ്യാനുഭവമായി. കീഴ്പുള്ളിക്കര ശ്രീപാദം അവതരിപ്പിച്ച തിരുവാതിരയും വലപ്പാട് ശ്രീപാർവതി കലാസംഘത്തിന്റെ കൈകൊട്ടിക്കളിയും ഉണ്ടായിരുന്നു. കലാകാരന്മാർക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദരസ്വാമിയും ട്രസ്റ്റി വേണുഗോപാൽ ദേവസ്ഥാനവും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ ദേശവിളക്ക് ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക കലാപരിപാടികൾക്ക് ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു കോലോട്ട് അധ്യക്ഷത വഹിച്ചു. മണലൂർ നീലാഞ്ജനം നൃത്ത സംഗീത വിദ്യാലയം അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങളും അരങ്ങേറി. സുനിൽ കൊച്ചത്ത്, ആദർശ് വൈശാഖ്, രഞ്ജിത്ത്, രമ്യ ബൈജു, സുജ സൂര്യൻ, സുധീർ പൊറ്റേക്കാട്ട്, MT തജൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ശിവമയ സംഗീതം ഹരിപദമരാതി സോപാനം വാടാനപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ 10ാം ഉദയം ഉത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക കലാപരിപാടികൾ സംഘടിപ്പിച്ചു. ക്ഷേത്രം ചെയർമാൻ മധുസൂദനൻ പള്ളിയാന ഭദ്രദീപം കൊളുത്തി കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ജനങ്ങളോടും നന്ദി രേഖപ്പെടുത്തുന്നു. വരും കാലങ്ങളിലും ഇതിനേക്കാൾ ഭംഗിയായി നടത്താൻ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സെക്രട്ടറി മുരളി വടക്കേ വീട്ടിൽ, ഭാരവാഹികളായ കൃഷ്ണകുമാർ, പ്രശാന്ത്, വിജയൻ, ഗോപകുമാർ എന്നിവർ നേതൃത്വം നൽകി. Saraswati
കളമ്പാട് തിരുപ്പഴഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന പത്താമുദയ വേലയും ഭഗവതിക്ക് കളമെഴുത്തും പാട്ടും ഭക്തി നിർഭരമായി. രാവിലെ മേളത്തോടുകൂടി ഭഗവതിയെ പുറത്തേക്കെഴുന്നള്ളിക്കൽ, ക്ഷേത്രപ്രദക്ഷിണം, കളംപാട്ടിന് കുറിയിടൽ, ഉച്ചപ്പാട്ട്, തുടർന്ന് കളം വരയ്ക്കൽ, വൈകിട്ട് സന്ധ്യാവേലി, തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, തായമ്പക കുളം തൊഴൽ, കളംപാട്ട്, താലപ്പൊലി എഴുന്നള്ളിപ്പ്, അരിയേറ് മേളത്തോടുകൂടി തിരിച്ചെഴുന്നള്ളിപ്പ്, ഈടും കുറും, കളപ്രദക്ഷിണം, കളത്തിൽ ഗുരുതി തർപ്പണം, കുളപ്പൊടി പ്രസാദം നൽകൽ, കുറവലിക്കൽ എന്നിവ നടന്നു. കല്ലാറ്റ് മണികണ്ഠക്കുറുപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. കളംപൂജയ്ക്ക് ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേ മനയ്ക്കൽ ശ്രീരാമൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തർ പങ്കെടുത്തു. അന്തിക്കാട് പടിയം കൊച്ചത്ത് മുത്തപ്പൻ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം ആഘോഷിച്ചു. പുലർച്ചെ നിർമാല്യ ദർശനം, വാകച്ചാർത്ത്, ഗണപതി ഹവനം, ഉഷപൂജ, താലത്തോട് കൂടിയ ശീവേലി എഴുന്നള്ളിപ്പ്, പ്രസാദഊട്ട് എന്നിവ ഉണ്ടായി. ക്ഷേത്രം മേൽശാന്തിമാരായ ചലേഷ് ശാന്തി, സനൽ ശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം മോഹനൻ മാരാരുടെ പ്രാമാണികത്വത്തിൽ പൂരം എഴുന്നള്ളിപ്പ് നടന്നു. വയലൂർ പരമേശ്വരൻ തിടമ്പേറ്റി, നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, വർണ്ണമഴ എന്നിവ നടന്നു. ശേഷം ഡബിൾ തായമ്പക, തിരുവാതിരക്കളി, കലാപരിപാടികൾ, ദേവിക്ക് കളംപാട്ട്, ഗുരുതി എന്നിവ നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ സെക്രട്ടറി KG മഹേന്ദ്രൻ, പ്രസിഡന്റ് KA ഹരിദാസ്, ട്രഷറർ KV ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ മണ്ഡലപൂജ മഹോത്സവത്തിന്റെ ഭാഗമായി സമൂഹാർച്ചന നടന്നു. രാവിലെ ഗുരുപൂജയ്ക്ക് ശേഷം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, കലശപൂജ, ഹനുമാൻ സ്വാമിയുടെ ബ്രഹ്മവെള്ളാട്ട് മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിപ്പ്, ഹനുമാൻ സ്വാമിക്ക് ദശസഹസ്രനാമാർച്ചന, സമൂഹാർച്ചന, ഉച്ചയ്ക്ക് അന്നദാനം, ഹനുമാൻ സ്വാമിക്ക് രൂപക്കളം, വൈകിട്ട് ഹനുമാൻ സ്വാമിയുടെ ബ്രഹ്മവെള്ളാട്ട് മഹോത്സവം എന്നിവ നടന്നു. ക്ഷേത്രം മഠാധിപതി അനന്തു സുരേഷ് മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം കാര്യദർശി രാജൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. നവകേരള സദസ്സിൽ പരാതി കിട്ടി പരിഹരിച്ച 515 രൂപയും സൗജന്യമായി അണ്ടിപ്പരിപ്പും മുഖ്യമന്ത്രിക്ക് പാഴ്സൽ അയച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം.
കാഞ്ഞാണി കോൾപടവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ പിന്തുണയോടെ മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ കൃഷിയിറക്കാൻ അനുവദിക്കുന്നില്ലെന്ന പരാതിയുമായി കർഷകർ രംഗത്ത്. സംയുക്ത കർഷക സമിതി വാഹന പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞാണിയിൽ സ്വീകരണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.